ഗായ്സ് അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. മിന്നുവിന് ചാനൽ വിറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് ഓളും വീഡിയോ ചെയ്യുന്നില്ല, ഞാനും ചെയ്യുന്നില്ല. ഈ ചാനൽ അങ്ങനെ ഇതാവുകയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പം ഇങ്ങ് എടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഫോണൊന്നും വാങ്ങിക്കില്ല. അപ്പോൾ ഇന്നൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. വാവേൻ്റെ പല്ലട വെക്കലാണ് കേട്ടോ. ഓക്കെ, നമ്മളെ വടകര ഒന്നും ഞാൻ ചെറുപ്പത്തിലൊന്നും ഇങ്ങനത്തെ ഇതൊന്നും ഞാൻ കണ്ടില്ല. നമ്മളെ വടകര ഏരിയയിലൊന്നും അങ്ങനെ അതില്ലാന്ന് തോന്നില്ല പല്ലടേൻ്റെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ കണ്ടേരാണ് ഞാനിങ്ങനെ ഈ നാട്ടിലൊക്കെ അതുണ്ട് പോലും. ഒരു രസത്തിന് കേട്ടോ, വേറൊന്നുമല്ല. ഇങ്ങനെ വാവ ഇരുന്ന് ഓരോ നിന്ന് അവൻ എടുക്കുന്ന നോക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി, അതേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ പിന്നിൽ പിന്നെ അത് ഓനെടുത്ത് അവൻ അങ്ങനെയുള്ള വിശ്വാസം അതൊന്നും അല്ല. ഒരു എൻ്റർടൈൻമെൻറ്റിന് അവൻ എന്താണെന്ന് എടുക്കുന്നതെന്നുള്ള അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പല സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് വാവ വന്നിട്ട് എടുക്കുമ്പോഴുള്ളൊരു സന്തോഷം, അത് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ദിവസമാണെന്ന്. അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് കേട്ടോ. ഇതൊരു മുറം വാങ്ങിക്ക് മിന്നുവിന് ഇനി നല്ലോണം ഇത് പിന്നെ ഉപയോഗിക്കാമല്ലോ. പിന്നെ ഒരു ബാലരമയൊക്കെ വാങ്ങിക്ക്. ബാലരമ കാണുമ്പോൾ ഒക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ. ഇത് സ്ലേറ്റ് വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിക്കില്ല. അപ്പോൾ ഞാൻ വേഗം ഓഫീസിലേക്ക് പോട്ടെ. നമ്മളെ ഓഫീസിൽ നിന്നാണ് കേട്ടോ നമ്മൾ പരിപാടി. നല്ല മഴയും വരുന്നുണ്ട്. വൈകുന്നേരം ഇപ്പം മഴയായിരിക്കും, വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ചേനെ ഒരു 3 മണിക്കങ്ങനെ. കാരണം പിന്നെ രാവിലെ എല്ലാവർക്കും ഓരോ പരിപാടികളൊക്കെ ആയതുകൊണ്ട് വലിയ ആൾക്കാരൊന്നും ഇല്ല. എൻ്റെ ഉമ്മയും പിന്നെ 2-3 ആളേ ഉള്ളൂ നമ്മളെ കുടുംബത്തിലുള്ള തന്നെ. ഉമ്മാൻ്റെ അനിയത്തിമാർ ചെഞ്ചു കൊടുന്ന് പല്ലുണ്ടാക്കിക്കൊണ്ട് കഞ്ഞി പല്ലുണ്ടാക്കുന്ന മേടിച്ചില്ല. എന്തായാലും ഇതാ പല്ലടേൻ്റെ പല്ലാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട്? ഇവിടുന്നാണ് നമ്മളെ കുറച്ച് സാധനമൊക്കെ വെച്ചിക്ക്. വേറെ ഇപ്പം എന്തൊക്കെയാണ് വെക്കുക എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഓള് പറയുന്നത് ബുക്ക് തന്നെ ആയിപ്പോയി, വേറൊന്നും ഇല്ല എന്നെല്ലാം പറയുന്നുണ്ട്. വേറെന്തെന്നാ വെക്കുക? തേങ്ങ വെക്കണോ? പണ്ട് തേങ്ങയെല്ലാം വെച്ചോ തെങ്ങുമ്മക്കാരുന്ന് പോകാനാവുമോ എന്നൊക്കെ നോക്കാനായിരിക്കും അല്ലേ. ഇപ്പം തേങ്ങക്ക് പ്രസക്തിയില്ല. ഇപ്പം വേറെ എന്തെങ്കിലും വെറൈറ്റി ആക്കുന്നുണ്ട്. എന്നാ വെക്കുക? 4 ഗ്ലാസ് വേണമെന്ന് എനിക്ക് ചിഞ്ചു. പല്ലട എൻ്റെ പല്ലിങ്ങനെ കുത്തി വെക്കുവേ. അത് ചായ കുടിച്ച് കറയായ ഗ്ലാസ് എടുക്കുക, നല്ല എടുക്കുക. ഇത് കോപ്പ എടുത്താലോ? നല്ല പിന്നെ പിന്നെ പരസ്യത്തിന്റെ ഗ്ലാസ്സാ, ഫാമിലിന്ന് കിട്ടിയ ഗ്ലാസ് എടുക്കുക. എന്നാ ആയിക്കോട്ടെ, ഞാൻ ഫാമിലിന്ന് കിട്ടിയ ഇപ്പൊ എനിക്ക് തിരിഞ്ഞോ ഫാമിലിന്നെല്ലാം ഡ്രസ്സ് വാങ്ങുന്നതിന്റെ ഒരിക്കലും പരസ്യം ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ കുന്നമംഗലം, ബന്ധപ്പെടുക. പരസ്യം ആയിക്കോട്ടെ. 2 ഗ്ലാസ് ഇട്ടേക്ക് 2 ഗ്ലാസും കൂടി ആയിരുന്നു കിട്ടൂ. ആ അതായിരുന്നു എടുക്കല്ലേ. മിക്കുറ്റാ എമിക്കുറ്റാ ഇനി ഒങ്ങിക്കളയരുതേ. പല്ലടയാണ് ഇന്ന്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ മച്ചിങ്ങയും തേങ്ങയെല്ലാം വെക്കണം എന്ന് പറഞ്ഞിക്കനല്ലോ. അത് വെച്ചിക്കാ? അതെന്തിനാന്നറിയോ? എനിക്ക് തേങ്ങയെല്ലാം വെക്കാൻ പറയുന്നേ തെങ്ങുമ്മക്കാരുന്നവനാവുമെന്നല്ലോ നോക്കുവാനല്ലേ ഉമ്മാവ. പണ്ട് പിന്നെ പല്ലടേൻ്റെ ഇല്ല. പിന്നെ ഉമ്മാമല്ലേ. ഓ നിങ്ങളെ ഇത്താന്ന് വിളിക്ക. എന്താ ഡയലോഗ് പഠിച്ചതാണ്, എന്താ ഡയലോഗ്. വാപ്പ കേക്കണ്ട, വാപ്പാതെ വരുന്നത്. അത്രക്കും വയസ്സായിക്കോ. എന്നാ നിങ്ങളെ ഇത്താന്ന് വിളിക്ക. പാത്തുമത്താ പാത്തുമത്താണ്. നാള് നിങ്ങള് വരുന്നുണ്ടോ? നാള് പോയിട്ട് വരുന്നേ? ഓ ആയിക്കോട്ടെ, ഓക്കെ. അപ്പോ തെങ്ങുമ്മക്കാരന് വേറെന്തല്ല വെക്കണ്ടേ അമ്മാവ അതില്? അല്ല പാത്തൂത്താ അല്ലേ? ചക്കയാ? തേങ്ങ വെക്കുന്ന തെങ്ങുമ്മക്കാരനവനാവോ നോക്കുവാനാ അല്ല ജോലി. ആ മച്ചിങ്ങായിനാ തെങ്ങ്. അല്ല അത് തെങ്ങുമ്മക്കാരൻ അന്നത്തെ ജോലികളുടെ ഭാഗമായിട്ട് വെക്കുന്നയാ. അല്ല നിങ്ങൾ ഉണ്ടാച്ചിയാ? നിങ്ങൾ വെളിച്ചില് കൊണ്ടുവന്ന് കിട്ടോ. ഇതാണ് മെയിൻ, ഇതിന്റെ മെയിൻ സാധനമാണിത്. കുറച്ച് നിറയുള്ള എടുക്കാറ ഞങ്ങൾക്ക്. കുറച്ച് നിറയുള്ള തുണി കൊടുത്തില്ല. ബീറ്റ് ബൈറ്റ്, അതായത് കടിക്കാൻ റെഡി ആയി എന്നല്ല ഇതിന്റെ അർത്ഥം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പല്ലടേന്റെ ഏരിയ. വാവ ഇപ്പൊ ഉറങ്ങിപ്പോകും. അപ്പൊ ഇന്ന് നല്ല ക്ലാസ് തരികയല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക്
തൽക്കാലം എന്താണ് ഇത് ഇങ്ങനെ വെക്കുക? പിന്നെ അതെന്തൊന്ന് കുത്തി വെക്കണ്ടേ? ഇന്റെ സൗണ്ട് കിട്ടിയ പ്രശ്നം ഉണ്ടോ? ഇനി എന്താ പറഞ്ഞടോ? പേപ്പറാ? പേപ്പർ ഇവിടെ ഉണ്ടോ എന്നാത്തില്ലേ? 2 4 ഗ്ലാസ് വേണം. ഓരോന്നില്ല ഓരോന്നാ? മറ്റേ ഇത് ഗ്ലാസ് പറ്റൂലോ? ഡിസ്പോസിബിള് അത് പറ്റുമോ? അതാണ് 4 ഡിസ്പോസിബിൾ ആക്കിയാലോ നമുക്ക് അല്ലേ? ഇങ്ങനെ ആക്കണോ? ഇങ്ങനെ അല്ലേ? ഇതിലെന്തോന്ന് വെക്കണം. അപ്പൊ ഗൈസ് അത് ഫുള്ള് മടക്കി, അങ്ങനെ ഫുള്ള് മടക്കി അങ്ങനെ തന്നെ എങ്ങനെ ചുരുട്ടി ഇതേപോലെ ഈ ഒരു അളവിന് ചുരുട്ടി എന്നാ കറക്റ്റ് തലന്റെ അളവിന് കിട്ടും. ഫുള്ള് ചുരുട്ടിക്കളി അല്ലാണ്ട് അവൻ സമയത്തില്ല. ഹലോ ഒന്നൊന്ന് ശരിക്കും വരുത്താനൊന്ന് ഇരുത്തിട്ടേ മറ്റേ ഒന്ന് ചിഞ്ചോ പോർട്രേറ്റിലാ എടുക്കണ്ടാ വീഡിയോ ഫോട്ടോ എടുക്കണേ. എല്ലാ സാധനം വെച്ചെങ്കിലെന്താ നീ വെക്കാത്ത? വേറെന്താ വെക്കുവാണല്ലേ? ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം ബേ എടുത്ത് മാറ്റണം കേട്ടോ. വെക്കട്ടെന്നാ ജിമ്മ പേര് ഇല്ല സൽമ പേര് വെയിറ്റ് ചെയ്യണ്ടേ? എന്നാ വെക്കട്ടെ. വേറെ ആരെങ്കിലും ആളാപ്പാ? അത് എനക്ക് വെക്കട്ടെ. എല്ലാരും എവിടെ? ചിഞ്ചു ഹലോ ഇത് നോക്ക്. ഇല്ല ഒന്നാമത് ഐഡിയൊക്കെ വന്നോട്ടെ. മുമ്പോട്ട് വാ. ആ സാധനം മാറ്റിക്കാണ് എന്നാലും അവന് ഇതൊക്കെ കാണും. എടാ ഇത് ഇങ്ങനെയൊന്നും അല്ല. ഇവിടെയുള്ള സാധനം എടുക്കുവാൻ വേണ്ടിയേ. ഡേറ്റ് നോക്കി സമയം എടുത്തോട്ടെ. കയ്യിലൊരു പീസുണ്ട്. ഇടകളെല്ലാം എടുത്താ കളിക്ക്.
വരുന്നുണ്ട്, പോകുന്നുണ്ട്. നോക്കുന്നുണ്ട്. അടയാ എടുത്ത അട നല്ലട കടിച്ച്. അപ്പൊ ഫോട്ടോ നൈസിലെടുക്കാൻ അവിടെ അടച്ചോനെ പൈസയാണ്. എടാ കച്ചണ്ട ചുമരില്ല. ഓ എങ്ങനെയുണ്ടോ ഒരു ഡ്രസ്സ്? എന്തായാലും ടവല് പിന്നെ മറന്നുപോയ വാങ്ങിയില്ല, പിന്നെ നോക്കിയില്ല. ഇനി നമുക്ക് വേറെ ഡ്രസ് ഇടാം അല്ലേ? സൂപ്പർ കഴിച്ചിട്ടുണ്ടല്ലേ? ഇങ്ങോട്ട് ഇത് കഴിച്ചാൽ ഹലോ അവനിട്ടോ ഇപ്പൊ ഷിൻഡേന്നായോ? ഷിൻഡേന്നായോ? മുഖം എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല, ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. സമൂസയുണ്ട്, ഇതാണ് നമ്മളെ അട അല്ലേ? ഇത് മധുരം ഉണ്ടാവുക അട? എരിവുള്ളതും ഇല്ലേ? അപ്പൊ ഇതാണ് നമ്മള് പല്ലട എന്ന് പറയുന്ന അട കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അത്യാവശ്യം ബർത്ത്ഡേ പരിപാടികൾ, എൻ്റെ ചെറിയ ചെറിയ പരിപാടികളെല്ലാം നടത്താൻ ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വരിക. ഒരു ദിവസത്തേക്ക് എത്ര വാങ്ങാം നമുക്ക്? 2000 അത്രേ ചിലവുണ്ടാവും കേട്ടോ. കല്യാണം നടക്കുന്നില്ല, അതെങ്കിലും നടക്കട്ടെ അല്ലേ? അതെ, വീഡിയോയിലൊരു സെലിബ്രിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നുണ്ട് അല്ലേ? അതെ. ഓ, എനിക്കെന്താ തരേണ്ടി വരുവാ ഇനി വന്നാല്? അപ്പോൾ കാര്യമായിട്ടോ, ആരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ. ചെറിയ ചെറിയ പരിപാടികൾ, കേക്ക് കട്ടിങ് അങ്ങനെയൊക്കെ ഉള്ള. ഓക്കെ, നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രം കേട്ടോ കിട്ടും. ഇവിടെ തിരക്കുള്ള സ്ഥലമായത്. വിത്ത് ഡെക്കറേഷൻ ഇതാ കണ്ടില്ലേ? വിത്ത് ഡെക്കറേഷൻ ഇതേപോലെയുള്ള തോരണങ്ങളെല്ലാം തൂക്കിത്തരും അല്ലേ? പിന്നെ ഇതാ അതുപോലെ പല്ലൊക്കെ വെച്ചില്ലേ? അതുപോലെ ഇപ്പോൾ കേക്കാണെങ്കിൽ അതെല്ലാം
ബർത്ത്ഡേ ആണെങ്കിൽ വേറെ ഓരോന്ന് വെച്ച് തരും അങ്ങനെ.